അന്ധകാരത്തിൽ കഴിഞ്ഞനും മഹത്തായൊരു പ്രകാശം കൊണ്ട്. ഹായ് കൂട്ടുകാരെ, ക്രിസ്മസ് ഇതാ ആഗതമായി. നമ്മുടെ കുഞ്ഞു ഹൃദയമാകുന്ന പുൽക്കൂട് ഉണ്ണീശോയുടെ വരവിനായി സജ്ജമായില്ലേ? നിഷ്കളങ്ക സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ കൊച്ചു കൊച്ചു സുഹൃത ജപങ്ങളാൽ നാം ഒരുക്കിയ ഈ പുൽക്കൂട്ടിലേക്ക് ഉണ്ണീശോയെ സ്വീകരിക്കാൻ നമുക്ക് വലിയ സന്തോഷമല്ലേ? കുളിർമഞ്ഞ് വീണ ഡിസംബർ മാസത്തിലെ ആ രാത്രിയിൽ ഭൂജാതനായ ഉണ്ണീശോയുടെ ജനന തിരുനാളിന് ഏറ്റവും അടുത്തൊരുങ്ങുന്ന ഈ വേളയിൽ ഉണ്ണീശോയ്ക്ക് നമുക്കൊരു സമ്മാനം ഒരുക്കണ്ടേ? നമ്മുടെ നല്ല നല്ല നന്മ പ്രവൃത്തികളാലും കുഞ്ഞു കുഞ്ഞു ത്യാഗങ്ങളാലും എല്ലാവരെയും സ്നേഹിച്ചും സഹായിച്ചും ഈശോയ്ക്ക് മധുരമൂർന്ന കേക്ക് നമുക്ക് ഒരുക്കാം. ഉണ്ണീശോയെ, നിന്നെ ഞാൻ സ്നേഹിക്കുന്നു എന്ന് 12 പ്രാവശ്യം ഉരുവിട്ടുകൊണ്ട് ഈശോയോടുള്ള സ്നേഹം നമുക്ക് പ്രകടിപ്പിക്കാം. ഉണ്ണീശോ ജനിക്കേണ്ടത് നമ്മുടെ ഹൃദയത്തിലാണ്. അതാണ് യഥാർത്ഥ ക്രിസ്മസ്. ക്രിസ്മസ് മാറ്റത്തിൻ്റെ തിരുനാളാണ്. ശത്രുക്കളെ പോലും സ്നേഹിക്കണമെന്നാണ് നമ്മെ ഈശോ പഠിപ്പിച്ചിട്ടുള്ളത്. ഉണ്ണീശോയുടെ കുഞ്ഞുങ്ങളായ നാം എന്ത് ചോദിച്ചാലും ഉണ്ണീശോ സാധിച്ചു തരും. നമ്മൾ കൂട്ടുകാരെ സഹായിക്കുമ്പോൾ ഉണ്ണീശോ ജ്ഞാനത്തിൻ്റെ നക്ഷത്രം സോളമനെ പോലെ തെളിച്ചു തരും. വിശുദ്ധമായവ വിശുദ്ധോട് ചെയ്താൽ വിശുദ്ധരാകാം. ആത്മാർത്ഥതയോടെ പഠിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഉണ്ണീശോ നക്ഷത്രം പോലെ നമ്മയും ഒന്ന് മിന്നിച്ചു തരും. ഇന്ന് പ്രത്യേകമായി എല്ലാ വിദ്യാർത്ഥികളെയും ഉണ്ണീശോയ്ക്ക് സമർപ്പിച്ച് നന്നെ പഠിക്കുവാനും നല്ല മക്കളായി വളരുവാനുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഉണ്ണീശോ തൻ്റെ കുഞ്ഞു കരങ്ങളുയർത്തി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഏവർക്കും ഏറ്റവും സ്നേഹത്തോടെ നേരുന്നു.